നല്ല മഴയുള്ള സമയത്തെ പൂരി കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്നൊരു വിഭവമല്ല പൂരി. കാരണം അത് എണ്ണയിൽ ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കാറില്ല അങ്ങനെ പൂരി. പൂരിയുടെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പൊട്ടറ്റോ മസാലയാണ്. എനിക്ക് തലേദിവസത്തെ കുറച്ച് പരിപ്പ് കറി ഉണ്ടാക്കി ഇരിപ്പുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ പരിപ്പ് കറി വെച്ചിട്ടാണ് പരിപ്പ് കറി കൂട്ടി കഴിക്കുന്നതാണ്. പരിപ്പ് കറി കൂട്ടി കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. തേങ്ങ അരച്ച് വെച്ച പരിപ്പ് കറിയല്ല, അല്ലാതെ നമ്മൾ തക്കാളിപ്പഴമൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പ് കറിയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ പൂരി ഉണ്ടാക്കുന്ന സമയത്തെ പൂരി ഇങ്ങനെ പൊള്ളിച്ച് വരത്തില്ലായിരുന്നു. അങ്ങനെ നേരത്തെ ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ പാചകമൊക്കെ പഠിച്ചു വരുന്ന സമയത്തില്ലേ, അപ്പം നല്ല കുഴിവുള്ള ചീനിച്ചട്ടിയിൽ ഏറെ എണ്ണ ഒഴിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ പൂരി എണ്ണ കുടിക്കുകയും ചെയ്യില്ല. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് കുമ്മിളിച്ച് വരികയും ചെയ്യും. പലരും പൂരി ഉണ്ടാക്കുമ്പോൾ പരാതി പറയുന്ന കേട്ടിട്ടുണ്ട്, പൂരി നല്ലതായിട്ട് കുമ്മിളിച്ച് വരുന്നില്ല എന്നൊക്കെ. ഞാൻ ഈ പൂരി ഉണ്ടാക്കുന്ന സമയത്തെ ഒരു അല്പം ജീരകവും കുറച്ച് പഞ്ചസാര പൊടിച്ചതും പിന്നെ കുറച്ച് റവയും പാലും ഒക്കെ ചേർക്കാറുണ്ട് കുഴയ്ക്കാൻ. ഇതൊന്നും ആവശ്യമായിട്ടുള്ള കാര്യമില്ല. ഞാൻ എല്ലാ പാചകത്തിനൊന്നും ഒതൻറ്റിക് റെസിപ്പിയൊന്നും ഫോളോ ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. പാചകത്തിൽ ഒരുപാട് വിദഗ്ധയായിട്ടുള്ള ആളുമല്ല. സാധാരണ രീതിയിൽ വായിക്ക് രുചിയുള്ളത് വല്ലതും ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളപ്പം സ്വന്തമായ രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മഴ സമയത്തൊക്കെ പൂരി നമുക്ക് നല്ല എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്നൊരു വിഭവമാണെന്ന് തോന്നുന്നു. പൂരിയും പൊട്ടറ്റോ മസാലയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ